കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യേശുവിന്റെ പുനരുത്ഥാനം പ്രത്യാശയുടെ ആത്യന്തിക ഉറവിടം. ലയോ 14 പാപ്പ. കൊളോസിയത്തിലെ കുരിശിന്റെ വഴിയിൽ മുഴുവൻ സമയവും മാർപ്പാപ്പ കുരിശ് വഹിക്കും. മാർപ്പാപ്പയുടെ ഏപ്രിൽ മാസത്തെ പ്രാർത്ഥനാ നിയോഗം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. മുംബൈ സ്വദേശിനിയെ വത്തിക്കാൻ ഡിക്കാസ്റ്ററിയിലെ അംഗമായി മാർപ്പാപ്പ നിയമിച്ചു. FCRA ഭേദഗതി ബിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കടുത്ത ആശങ്ക. മാർ ജോസഫ് കല്ലറങ്ങാട്ട്. വാർത്തകൾ വിശദമായി. യേശുവിന്റെ പുനരുത്ഥാനം പ്രത്യാശയുടെ ആത്യന്തിക ഉറവിടം. ലയോ 14 പാപ്പ. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നിത്യജീവന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശുവിന്റെ പുനരുത്ഥാനം പ്രത്യാശയുടെ ആത്യന്തിക ഉറവിടമാണെന്നും സ്നേഹശക്തിയാൽ ഏറ്റവും പ്രയാസകരവും വെല്ലുവിളി നിറഞ്ഞതുമായ സാഹചര്യങ്ങളെ പോലും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്നും ലയോ 14 പാപ്പ. കഷ്ടപ്പാടുകൾ ഒഴിവാക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ലെന്ന് അംഗീകരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട അന്തസ്സ് പുനഃസ്ഥാപിക്കുകയും ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്യുന്ന ഒരു വീണ്ടെടുപ്പിന്റെ അർത്ഥം അതിൽ കണ്ടെത്താൻ കഴിയും. മരണത്തിന് മേൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ വിജയം ആധികാരിക അധികാരത്തിന്റെ കാതൽ സേവനമാണെന്ന് വെളിപ്പെടുത്തുന്നു. പിതാവിന്റെ ഹിതത്തോടുള്ള അവിടുത്തെ സേവനവും അനുസരണവും എല്ലാ മനുഷ്യരാശിക്കും ഉറപ്പുള്ള പ്രത്യാശയിലേക്കും ശാശ്വത സമാധാനത്തിലേക്കും നയിച്ചു, പാപ്പ പറഞ്ഞു. യേശുവിന്റെ ദേവാലയ ശുദ്ധീകരണ ഭാഗവുമായി ബന്ധപ്പെട്ട തിരുവചന ഭാഗം വായിച്ച് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു പാപ്പ. കൊളോസിയത്തിലെ കുരിശിന്റെ വഴിയിൽ മുഴുവൻ സമയവും മാർപ്പാപ്പ കുരിശ് വഹിക്കും. ദുഃഖവെള്ളിയാഴ്ച റോമിലെ കൊളോസിയത്തിൽ നടക്കുന്ന കുരിശിന്റെ വഴിയിൽ 14 സ്ഥലങ്ങളിലും മാർപ്പാപ്പ കുരിശ് വഹിക്കും. ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ കുരിശിന്റെ വഴിയിൽ മുഴുവൻ സ്ഥലങ്ങളിലും കുരിശ് വഹിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ലയോ 14 പാപ്പായുടെ ആദ്യ ദുഃഖവെള്ളിയാഴ്ച കൂടിയാണ് ഇത്. ഇത്തവണത്തെ കുരിശിന്റെ വഴിയിലെ ധ്യാന ചിന്തകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഫാദർ ഫ്രാൻസിസ്കോ പാറ്റനാണ്. മാർപ്പാപ്പായുടെ ഏപ്രിൽ മാസത്തെ പ്രാർത്ഥനാ നിയോഗം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ലയോ 14 പാപ്പായുടെ ഏപ്രിൽ മാസത്തെ പ്രാർത്ഥനാ നിയോഗം പ്രതിസന്ധിയിൽ കഴിയുന്ന വൈദികർക്ക് വേണ്ടിയായിരിക്കും. തങ്ങളുടെ വിളയിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പുരോഹിതന്മാർക്ക് പിന്തുണ ലഭിക്കുന്നതിനും സമൂഹം അവരെ മനസ്സിലാക്കിയും പ്രാർത്ഥനയോടെയും പിന്തുണയ്ക്കുന്നതിനും വേണ്ടി എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എന്നതാണ് ഇത് സംബന്ധിച്ച വീഡിയോയിൽ പാപ്പ വിശ്വാസികളെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുംബൈ സ്വദേശിനിയെ വത്തിക്കാൻ ഡിക്കാസ്റ്ററിയിലെ അംഗമായി മാർപ്പാപ്പ നിയമിച്ചു. മുംബൈ സ്വദേശിയായ കത്തോലിക്ക ആത്മായ വനിതാ നേതാവ് ക്രിസ്റ്റീൻ നദാനെ സമഗ്ര മാനവിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡിക്കാസ്റ്ററിയിൽ അംഗമായി മാർപ്പാപ്പ നിയമിച്ചു. മുംബൈ സർവകലാശാലയിൽ സോഷ്യോളജി, സൈക്കോളജി എന്നിവയിൽ പഠനം നടത്തിയ ക്രിസ്റ്റീൻ മുംബൈയിലെ ഗവൺമെന്റ് ലോ കോളേജിൽ നിയമപഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2006 മുതൽ 2014 വരെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ തൊഴിലാളി വിദ്യാഭ്യാസത്തിനായുള്ള റീജിയണൽ സ്പെഷ്യലിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. FCRA ഭേദഗതി ബിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കടുത്ത ആശങ്ക. മാർ ജോസഫ് കല്ലറങ്ങാട്ട്. FCRA ഭേദഗതി ബിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഇത് ഒരു ലൈസൻസ് രാജിലേക്കുള്ള മടക്കയാത്ര പോലെ തോന്നിപ്പിക്കുന്നു. ബിൽ അതിന്റെ നിരീക്ഷണ സ്വഭാവത്തിൽ നിന്നും നിയന്ത്രണ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ട്രസ്റ്റുകളുടെ ഗുണഭോക്താക്കൾ പൊതുസമൂഹമാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായം ഒന്നും സ്വീകരിക്കില്ല എന്നത് ആത്മാഭിമാനത്തിന്റെ നിലപാടല്ല, മറിച്ച് വ്യർത്ഥാഭിമാനത്തിന്റെ ലക്ഷണമാണ്. ക്രിമിനൽ നടപടികളെ നിയന്ത്രിക്കാൻ ട്രസ്റ്റുകൾക്ക് മൂക്കുകയറിടേണ്ടതില്ല. ക്രിമിനൽ കുറ്റങ്ങൾ നിയന്ത്രിക്കാൻ ശക്തമായ നിയമങ്ങൾ രാജ്യത്ത് വേറെയുണ്ട്, മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.